പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിന്ദു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. സ്ഥലം തത്തമ്പള്ളി. എൻ്റെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു മെഡിസിന് ചേരണമെന്നുള്ളത്. അവളുടെ പരീക്ഷയുടെ സമയത്താണെങ്കിലും ഞാനിവിടെ വന്ന് നിരന്തരം പ്രാർത്ഥിക്കും. അച്ഛൻ പറയുന്ന കണക്ക് അപേക്ഷ ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. എക്സാമിൻ്റെ സമയത്താണെങ്കിലും നിത്യാരാധനയെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ MBBS അഡ്മിഷൻ കിട്ടി. അമ്മയ്ക്കും അമ്മയുടെ തിരുകുമാരനും 1000 നന്ദി. ഇതുപോലെ തന്നെ എൻ്റെ മോളെ ആദ്യമായിട്ട് ഇവിടെയാണ് ചോറ് കൊടുത്തത്, ഇവിടെ തന്നെയാണ് എഴുത്തിരുത്തിയതും ഒക്കെ. അപ്പം ഇവിടെ വന്ന് സാക്ഷ്യം അന്ന് എനിക്ക് കുട്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് പോലും. അപ്പം പല ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഇതത്ര റിസ്ക്കാണ്. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. 8ാം മാസത്തിൽ ഇവിടെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ദമ്പതിധ്യാനം കൂടി ജനിച്ച ആ കുട്ടി ഒരു കുഴപ്പമില്ല. അവൾ ക്ലാസ്സിൽ 1ാമതായി പഠിച്ച് ഇപ്പം മെഡിക്കൽ കോളേജിൽ അഡ്മിഷനായിട്ട് അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരി മകൾക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞത് നമ്മൾ കേട്ടു. ഈ സഹോദരി ആദ്യം മുതലേ മകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ IMS അമ്മയുടെ ഒരു അടിമയാണ്. ഇവിടെ ഞാൻ സാക്ഷ്യത്തിൻ്റെ പേര് സ്വീകരിക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിരന്തരം സാക്ഷ്യം വന്ന് IMSൽ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നിത്യാരാധനയിലും. അതുപോലെ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ദമ്പതിധ്യാനത്തിലുമൊക്കെ കടന്നു വന്ന് ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു. അതുപോലെ തന്നെ പ്രശാന്തച്ചൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. അപ്പോൾ അച്ഛൻ്റെ വലിയ ഒരു ഗൈഡൻസ്, ഒരു നിർദ്ദേശം, അച്ഛൻ്റെ ആത്മീയ ഉപദേശം ഈ മകൾക്ക് അനുഗ്രഹമായി മാറി. നോക്കണേ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ചോറ് കൂട്ടുന്നു, ഇവിടെ കൊണ്ട് എഴുത്തിനിരുത്തുന്നു, പരിശുദ്ധ അമ്മയുടെ നടയിൽ. അതുപോലെ തന്നെ എക്സാം എഴുതാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഈ സഹോദരി അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നു. എഴുതിയപ്പോൾ ആ സഹോദരി ആഗ്രഹിച്ചതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇടപെട്ട് മകൾക്ക് MBBS അഡ്മിഷൻ മേടിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആത്മീയ ഉണർവുണ്ടാകണം. നിസ്സാരമായിട്ട് കരുതരുത്. ഒരു MBBS അഡ്മിഷൻ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നാഴികക്കല്ലിൽ കിട്ടിയ വലിയ ഒരു രത്നമാണത്. നമ്മൾ നിസ്സാരമായിട്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കത്തില്ല. അല്ലെങ്കിൽ ഈ സഹോദരി പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും കൈയടിക്കേണ്ടതായിരുന്നു. നമ്മൾ അതിൻ്റെ ഗൗരവം ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.